ഇന്ന് നമ്മൾ ജസ്റ്റ് നിഫ്റ്റി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് നിഫ്റ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമ്മൾ അറിയാവുന്നവരുണ്ടാവും ഒരുപാട്, എന്നാലും അറിയാത്തവരും കാണും. നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് എന്താ നിഫ്റ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നിഫ്റ്റി ഫിഫ്റ്റി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഈ കാണുന്ന ഒരു ഗ്രാഫാണ്. ഞാൻ ഒരു ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ ഒരു ചാർട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുന്നേ എന്താണ് നിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് സ്റ്റോക്കിൻ്റെ അനുസരിച്ച് നമ്മൾ അതിനെ ആദ്യത്തെ 50 എണ്ണം എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആസ്തി എത്രയാണെന്നൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ആദ്യത്തെ നമ്പർ നിഫ്റ്റി ഫിഫ്റ്റിയിൽ വരുന്ന സ്റ്റോക്സ്, ആ 50 സ്റ്റോക്സുകളുടെ മൂവ്മെന്റിന്റെ സമ്മറി ആയിരിക്കും ഇവിടെ വരുന്നത്. അതായത് നമുക്ക് ഓരോ സ്റ്റോക്കിലും നമുക്ക് ട്രേഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ആ 50 സ്റ്റോക്കുകളിനകത്ത് അതിൻ്റെ മൂവ്മെന്റ്സ്, ആ ക്യുമുലേറ്റീവ് മൂവ്മെന്റ്, ആ 50 എണ്ണത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ പകുതിയിൽ കൂടുതലുള്ളതിൻ്റെയും ക്യുമുലേറ്റീവ് മൂവ്മെന്റിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് നിഫ്റ്റി മൂവ് ചെയ്യും. അതായത് അതിനകത്തുള്ള സ്റ്റോക്സിന്റെ അത് അപ്പാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി അതനുസരിച്ചൊന്ന് അപ്പാവും. നിഫ്റ്റി അതിലെ സ്റ്റോക്സിന്റെ എണ്ണം കുറയുന്നതനുസരിച്ച്, സ്റ്റോക്സിന്റെ മൂവ്മെന്റ് കുറയുന്നതനുസരിച്ച് നിഫ്റ്റിയും ഡൗൺ ആയിട്ട് വരും, താഴേക്ക് വരും. അതിൽ നിഫ്റ്റി ഫിഫ്റ്റിയുള്ള സ്റ്റോക്സിന്റെ എണ്ണം, ആ 50 എണ്ണം ഏതൊക്കെയാണെന്നുള്ളത് പരിഗണിക്കുന്നതിന് കുറേ ഘടകങ്ങളുണ്ട്. അപ്പം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് സെപ്പറേറ്റ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി 50 ആയിട്ട് നിഫ്റ്റി നെക്സ്റ്റ് 50 ഉണ്ട്, അങ്ങനെ നിഫ്റ്റി 100 ഉണ്ട്, അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് നമ്മൾ എന്താണ് അറിയാൻ നോക്കുന്നതെന്ന് വെച്ചാൽ, നിഫ്റ്റി 50 ഉള്ള സ്റ്റോക്സ്, അതിൻ്റെ ക്യുമുലേറ്റീവ് മൂവ്മെന്റ് ആണ് നിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആ ഇൻഡെക്സിന്റെ ഗ്രാഫാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കേണ്ട, ഓരോ സ്റ്റോക്സിൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ നിഫ്റ്റി ഫിഫ്റ്റിക്ക് തന്നെ വെയിറ്റേജ് സ്റ്റോക്കുകളുണ്ട്. അതായത് ഈ നിഫ്റ്റി ഫിഫ്റ്റിയുടെ മൂവ്മെന്റിനെ കൂടുതൽ സ്വാധീനിക്കാൻ പറ്റുന്ന കുറേ സ്റ്റോക്കുകൾ. അപ്പോൾ അതിൻ്റെ മൂവ്മെന്റ് ഈ ഒരു നിഫ്റ്റിയുടെ മൂവ്മെന്റിനെ സ്വാധീനിക്കും. അതിൽ ഒന്നാമത്തെ സ്റ്റോക്കാണ് റിലയൻസ്, രണ്ടാമത്തെ HDFC, മൂന്നാമത്തെ ICICI. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഈ നിഫ്റ്റിയുള്ള മൂവ്മെന്റ്, ഫോർ എക്സാമ്പിൾ റിലയൻസ് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും മുകളിലേക്ക് റിലയൻസിന്റെ വില മുകളിലേക്ക് കൂടുന്നുണ്ടെങ്കിൽ അതിന് ആനുപാതികമാണ് നിഫ്റ്റിയിൽ അതൊരു മൂവ്മെന്റ് വരും. തിരിച്ച് താഴേക്കാണെങ്കിലും നമുക്കൊരു ഡയറക്ഷൻ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വെയിറ്റേജ് സ്റ്റോക്കുകളുടെ ഒരു ഇമ്പാക്റ്റ് ഈ പറഞ്ഞ നിഫ്റ്റിക്കകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇപ്പം ഇതിന് നിഫ്റ്റിക്കകത്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നിഫ്റ്റിയെ പറ്റി പറയാൻ വേണ്ടിയാണ് ഈ ഒരു ചാർട്ട് കാണിച്ചത്. ചാർട്ടിന് സപ്പോർട്ടുകളുണ്ട്, റെസിസ്റ്റൻസുകളുണ്ട്. അപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞതാണ്. നിഫ്റ്റി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും പലരും. ആ നിഫ്റ്റി എന്താണെന്നുള്ളതും ആ നിഫ്റ്റിയിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത്. നമുക്ക് NSEയിൽ, അതായത് നിഫ്റ്റിയിൽ ഏതൊക്കെയാണ്, നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഏതൊക്കെയാണ് സ്റ്റോക്സ് എന്ന് അറിയാനായിട്ട് നമുക്ക് അതായത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ലാസ്റ്റിലുള്ളതൊക്കെ മാറിയിട്ട് ഓരോ ദിവസവും ചേഞ്ചസ് വരാറുണ്ട് പെർഫോമൻസിൻ്റെ ബേസിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് NSEയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട്, NSE ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം മാർക്കറ്റ് ഡേറ്റയിൽ പോയിട്ട് അവിടെ ഇൻഡിസസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇൻഡിസസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇൻഡിസസിൻ്റെ ലിസ്റ്റ് കിട്ടും. നിഫ്റ്റി 50, നിഫ്റ്റി നെക്സ്റ്റ് 50, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ്, നിഫ്റ്റി മിഡ് ക്യാപ്പ്, അങ്ങനെ കുറേ സെഗ്മെന്റുകളുണ്ട്. ഓക്കെ, ഈ സെഗ്മെന്റുകൾ ബേസ് ചെയ്തിട്ടാണ് അതിനകത്ത് ട്രേഡ്സ് നടക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു ഇൻഡെക്സിന്റെ മൂവ്മെന്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ സ്റ്റോക്സിനും മൂവ്മെന്റ്സ് കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ നിഫ്റ്റി 50 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ നിഫ്റ്റി 50യിൽ വരുന്ന സ്റ്റോക്കുകൾ
ലിസ്റ്റ് ചെയ്യും ഇവിടെ ഇപ്പോൾ കണ്ടോ. ഇതാണ് നിഫ്റ്റി 50-ൽ വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ. ഇന്നത്തെ കണക്ക് പ്രകാരമാണെങ്കിൽ ഇന്ന് ഏകദേശം സൈറ്റിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു സെക്കൻഡ്, ഈ ഒരു ഭാഗം നോക്കിയാൽ മതി. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അഡ്വാൻസസ് എന്ന് പറയുന്ന 34 നമ്പേഴ്സ്, 34 സ്റ്റോക്കുകൾ നിഫ്റ്റിയിൽ പോസിറ്റീവ് സൈഡായിരുന്നു. ഓക്കെ, 16 എണ്ണം അതിൽ ഡിക്ലൈൻഡ് ആയിരുന്നു, അതായത് ചേഞ്ചസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു. ഓക്കെ, നിഫ്റ്റി മൂവ് ചെയ്യുമ്പോൾ 37 എണ്ണം അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. BVT സ്റ്റോക്കുകൾ നിഫ്റ്റിയിൽ വരുമ്പോൾ HDFC, റിലയൻസ്, ICICI, L&T, M&M, അങ്ങനെ കുറേ എണ്ണം ഈ കിടക്കുന്ന ലിസ്റ്റ് ഉണ്ട്. അത് താഴെ വരെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ സ്റ്റോക്സിൻ്റെ സെറോദയിൽ പോയിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ നിന്നാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരുന്ന റിലയൻസോ, ഞാൻ പറഞ്ഞ L&T എടുത്തിരുന്നു. L&Tയിൽ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ മൂവ്മെൻറ്റ് അടിച്ച് ഞാൻ ഇറങ്ങുകയും ചെയ്തു. 171 160 സംതിങ് ആയി. ഞാനതിൻ്റെ 190 സംതിങ്ങിൽ പോയതാണ്. 168 169 വെച്ചിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തു. സോ നമ്മളത് എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നോക്കുക. ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നിഫ്റ്റിയിൽ HDFC, റിലയൻസോ, ICICI ഇതെല്ലാം അത്യാവശ്യം മൂവ്മെന്റ് വരുന്നതാണ്. മനസ്സിലായോ? അതുപോലെ നിഫ്റ്റി 50 നമ്മൾ നോക്കി. നിഫ്റ്റി നെക്സ്റ്റ് 50 ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന് ലിസ്റ്റ് ഇവിടെ വരും. അതിൽ വന്നിരിക്കുന്ന ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TMCV ആണ്, ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്. ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വാങ്ങാൻ പറ്റിയത് ഏകദേശം സമയത്ത് നിൽക്കുകയാണ്. നല്ല രീതിയിൽ മുകളിലോട്ട് പോയിട്ട് താഴോട്ട് ഇറങ്ങി വന്നിട്ട് നിൽക്കുകയാണ്. പിന്നെ വേദാന്ത ലിമിറ്റഡ്, ചോളമണ്ഡലം ഫിനാൻസ്, TVS മോട്ടോഴ്സ്, അദാനി പവർ, HDFC, AMC, BPCL, ഇതെല്ലാം നെക്സ്റ്റ് 50-കകത്തുള്ളതാണ്. അതായത് ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ഇത് ഗ്രാജുവലി നിഫ്റ്റി 50-കകത്തോട്ട് കയറാനും സാധ്യതയുണ്ട്. ഓക്കെ, അതായത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി 50-കകത്ത് നിലവിലുള്ള ഏതെങ്കിലും നോൺ പെർഫോമിംഗ് ആയിട്ട് വരുന്ന സമയത്ത് അതിൽ നിന്ന് താഴേക്ക് മാറിയിട്ട് ഇത് അവിടേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ ബാലൻസ് ആയി പോയിക്കൊണ്ടിരിക്കും. മോസ്റ്റ് പ്രോബ്ലി നമ്മൾ നോക്കിയത് നേരത്തെ നിഫ്റ്റി 50-കകത്തുള്ള HDFCയും ICICIയും റിലയൻസും ഒക്കെയാണ് എന്നും ഭീമന്മാരായിട്ട് നിൽക്കുന്നത്. അത് ഒരു മാറ്റമില്ലാതെ നിൽക്കുകയാണ്, എന്നും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് നോക്കി നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാലും കുറച്ച് ദിവസം ശേഷം എന്തായാലും അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് നമുക്ക് ഡയറക്ഷൻ കിട്ടും, മസ്റ്റായിട്ട് കിട്ടും. L&T അതുകൊണ്ടാണ് കിട്ടിയത്, M&M അതുകൊണ്ടാണ്. ഇൻഡിഗോയ്ക്ക് അത്യാവശ്യം വളരെ താഴെ വന്നെയായിരുന്നു, അപ്പോൾ അത് കുറച്ച് കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. അവിടെ നമ്മളിപ്പം എടുത്തു വെച്ചിരിക്കുന്ന നിഫ്റ്റി 50-യുടെ ചാർട്ടാണ്. അവിടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത നമുക്ക് ഈ ഏതെങ്കിലും സ്റ്റോക്ക് നമ്മൾ അവിടെ കണ്ട സ്റ്റോക്കുകൾ ഏതെങ്കിലും നമുക്ക് ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇൻഡിഗോ നോക്കാം. ഇൻഡിഗോ ഗ്ലോബൽ ഏവിയേഷൻ നമ്മളത് എടുക്കുന്നു. അപ്പോഴത്തേക്ക് ഇത് ഇൻഡിഗോയുടെ ചാർട്ട് ഇവിടെ വന്നു. നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇപ്പോൾ ആഡ് ചെയ്തു. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഇത് 11-ാം തീയതിയിൽ 4485 രൂപയിൽ കിടന്നതാണത്. നിങ്ങൾക്കത് കാണാൻ പറ്റും. 14-ാം തീയതി 4485 90 ആ റേഞ്ചിൽ കിടന്നതാണ്. അപ്പോൾ 11-ാം തീയതി 12-ആയി, 15-ാം തീയതി ആയപ്പോഴത്തേക്ക് അത് എത്രയും വന്നേ 4900, 500 രൂപയുടെ ഒരു സ്റ്റോക്കിന്റെ പുറത്ത് ഏകദേശം 500 രൂപയ്ക്ക് അടുത്ത് നമുക്ക് ഹൈക്ക് വന്നു. മനസ്സിലായോ?